സ്തുതിയുടെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് നാം സ്തുതിക്കുന്നവരായി തീരണം? യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 7 എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ മഹത്വത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണ് നമ്മുടെ വൺ ഓഫ് ദ പർപ്പസസ് ഓഫ് അവർ ക്രിയേഷൻ ഈസ് ദാറ്റ് വി ഷുഡ് ബിക്കം എ പീപ്പിൾ ഹു വുഡ് ഗ്ലോറിഫൈ ഹിം. യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 21 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എനിക്കു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. നാം ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്? നാം ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? തൻ്റെ സ്തുതിയെ വിവരിക്കുക. വൺ ഓഫ് ദ പർപ്പസസ് ഓഫ് അവർ ക്രിയേഷൻ ഈസ് ദാറ്റ് വി വിൽ പ്രൈസ് ഹിസ് നെയിം. തൻ്റെ നാമത്തെ സ്തുതിക്കുക. ഈ സ്തുതിയിൽ നമ്മുടെ വാ മാത്രമല്ല ഇൻവോൾവ് ആയിരിക്കുന്നത്, പിന്നെയോ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരവും എല്ലാം ഈ സ്തുതിക്കകത്ത് ഇൻവോൾവ് ആകേണ്ടതായിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് സ്തുതി ഉയരേണ്ടത്. ഹൃദയം നിറഞ്ഞു കവിയുന്ന സ്തുതിയാണ് നാം വാഗൊണ്ട് പ്രസ്താവിക്കേണ്ടത്. സങ്കീർത്തനം 9 അധ്യായം 1-2 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും, അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, എൻ്റെ പൂർണ്ണമായ ഹൃദയത്തോടെ. അപ്പോൾ ഇത് വാഗൊണ്ടുള്ള ഒരു പ്രവൃത്തിയല്ല, പിന്നെയോ അത് ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വായും എല്ലാം അതിനകത്ത് നാം ഉപയോഗിക്കും. നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. അപ്പോൾ രാവിലെ നാം ഉണരുന്നത് തന്നെ എന്തൊരു വലിയ അത്ഭുതമാണ്! ഓരോ ശ്വാസവും എടുക്കുവാൻ സാധിക്കുന്നത്, നമ്മുടെ ഓരോ അവയവങ്ങളും ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ആയുസ്, നമ്മുടെ എല്ലാം, നമ്മുടെ കുടുംബം എല്ലാം അത് ദൈവത്തിന്റെ ഓരോ അത്ഭുതങ്ങളാണ്. നമുക്ക് സ്തുതിക്കാതിരിക്കാൻ ഒരു ഒഴികഴിവും ഇല്ല. 138 സങ്കീർത്തനം 1 ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. അതുപോലെ 104 സങ്കീർത്തനം 33 നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. അപ്പോൾ രാജാവ് പറയുകയാണ്, എൻ്റെ ആയുഷ്കാലമൊക്കെയും, ഞാൻ എത്ര നാൾ ജീവിക്കുന്നോ അത്രയും നാൾ, എൻ്റെ ശ്വാസം പോകുന്നത് വരെയും ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, ഞാൻ ഉള്ള നാളത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. അപ്പോൾ ഇത് നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ദൈവം നമുക്ക് പകരം ഇത് ചെയ്യുകയില്ല, മറ്റുള്ളവർ നമുക്ക് പകരം ഇത് ചെയ്യുകയില്ല. ഈ സ്തുതിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട കാര്യമാണ്. വിജയകരമായ ജീവിതത്തിന്, സമാധാനപരമായ ജീവിതത്തിന്, നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ നമുക്ക് ജയം വരിക്കുവാൻ, പിശാചിന്റെ പ്രവർത്തികളുടെ മേൽ നമുക്ക് ജയം വരിക്കുവാനായിട്ട് ഒരു വിശ്വാസി, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവിനെ സ്വീകരിച്ചൊരു വ്യക്തി നിർബന്ധമായും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിനാണ് ഈ സ്തുതിക്കുക എന്നുള്ളത്. അതിനകത്ത് നമ്മുടെ ഹൃദയം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം, നമ്മുടെ ശരീരവും ഈ സ്തുതിക്കകത്ത് ഇൻവോൾവ് ആയിരിക്കണം. നമ്മളൊരു വളരെ സന്തോഷകരമായ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ബഹളമുണ്ടാക്കും, നമ്മൾ നൃത്തം ചെയ്യും, നമ്മൾ ഉറക്കെ നമ്മൾ ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കും, കൂക്കു വിളിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഈ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. 149 സങ്കീർത്തനം 3 നാം ഇപ്രകാരം വായിക്കുന്നു: അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. അപ്പൊ നൃത്തം ചെയ്യുന്നത് അത് തിരുവചന പ്രകാരം അത് വളരെ ശരിയായ കാര്യമാണ്. ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുക മാത്രമല്ല, ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാദ്യസംഗീതങ്ങളോടുകൂടി ശബ്ദം ഉയർത്തി ദൈവത്തിന് പാട്ടുപാടുക, സ്തുതി കരയേറ്റുക, തപ്പിനോടും കിന്നരത്തോടും കൂടെ ദൈവത്തെ സ്തുതിക്കുക. 150 സങ്കീർത്തനം 5 നാം ഇപ്രകാരം വായിക്കുന്നു: ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. 149 സങ്കീർത്തനം 5 നാം ഇപ്രകാരം വായിക്കുന്നു:
ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ച് ഉല്ലസിക്കട്ടെ. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ സംഭാഷണ രീതിയാണ്, ഒരു രീതിയാണ് സ്തുതി എന്നുള്ളത്. അതിൽ നമ്മുടെ ശരീരം അതിനകത്ത് നാം അതിന് ഉപയോഗിക്കണം. നമ്മുടെ ഹൃദയത്തെയും നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഈ കാര്യം നാം ചെയ്തു വരേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ ദൈവം ഉണ്ടാക്കിയപ്പോൾ, നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു ഹിതമാണ്, നമ്മുടെ ക്രിയേഷന്റെ ഒരു ഉദ്ദേശം is that we will spend our life in praising our God. ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നാം നമ്മുടെ ജീവിതത്തെ ഉപയോഗിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള, ദൈവത്തെ ആരാധിക്കുവാൻ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് എൻജോയ് ചെയ്യുവാനുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നാവിലും ഉള്ള സ്തുതി സ്തോത്രങ്ങളാണ്. 100-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. അപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ വാതിലുകളിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാ? സ്തോത്രത്തോടെയാണ്. അവന്റെ പ്രാകാരങ്ങളിൽ നാം എങ്ങനെയാ പ്രവേശിക്കുന്നത്? സ്തുതിയോടുകൂടിയാണ്. അപ്പോൾ സ്തോത്രവും സ്തുതിയും വഴിയാണ് നാം ദൈവത്തിന്റെ പ്രസൻസിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, സങ്കീർത്തനം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനല്ലോ. സ്തുതിക്കാതെ ഇരിക്കുന്നത് പാപമാണ്, സ്തോത്രം ചെയ്യാതെ ഇരിക്കുന്നത് അനുസരണക്കേടാണ്. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ് നാം ദൈവത്തെ സ്തുതിക്കണം, നാം ദൈവത്തിന് സ്തോത്രം പറയണം. പിറുപിറുപ്പ് പാപമാണ്. ഭാരപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിൽ ഉള്ളതല്ല. ആകുല ചിന്ത, വ്യാകുലപ്പെടുന്നത് ഒന്നും ദൈവത്തിന്റെ ഹിതത്തിലുള്ളതല്ല. എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് ആണെങ്കിൽ തന്നെയും ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത് 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ അത് ഒരു കൽപ്പനയാണ്, അതൊരു അഭിപ്രായമല്ല. ദൈവവചനത്തിൽ അഭിപ്രായമല്ല നാം കാണുന്നത്, പിന്നെയോ ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് ആണ്. ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എപ്പോഴും സന്തോഷിപ്പിൻ. നമ്മുടെ സാഹചര്യങ്ങൾ നല്ലതായിരിക്കുമ്പോൾ മാത്രമല്ല, പിന്നെയോ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ സന്തോഷിക്കണം. പിന്നെയോ നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാറ്റിനും എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സാഹചര്യം എന്തുമായിക്കോട്ടെ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ സർക്കംസ്റ്റൻസസ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നാം ദൈവത്തെ സന്നിധിയിൽ സ്തോത്രം പറയേണ്ടത്? എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? നമ്മുടെ സാഹചര്യം നേരെയായതുകൊണ്ടല്ല, പിന്നെയോ നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള അറിവ് മൂലം, നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മൂലം, യേശു കർത്താവിൽ കൂടി ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ രക്ഷ എന്ന ആ പ്രക്രിയ മൂലം, യേശുവിൽ കൂടി ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ലഭ്യമായിരിക്കുന്ന ആ ഒരു അവകാശം ഓർത്ത് ദൈവം ആരാണ്, യേശു എന്ത് ചെയ്തു, യേശുവിൽ വിശ്വസിക്കുന്ന നാം ആരാണ്, ഈ ഒരു യാഥാർത്ഥ്യം മൂലമാണ് നാം നമ്മുടെ ജീവിതത്തിൽ സ്തുതിയും സ്തോത്രവും ആരാധനയും ആ ഒരു ജീവിത രീതി നാം അവലംബിക്കേണ്ടത്. ആ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണ്. മാത്രമല്ല, ആ ഒരു ജീവിതത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയകരമായ ക്രിസ്ത്യൻ ലൈഫ് പൂർണ്ണമായും സാധ്യമാണ്.